ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രസിഡന്റ് ഐസക് ഹെർസോഗുവുമായി കൂടിക്കാഴ്ച നടത്തി പീയൂഷ് ഗോയൽ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ടേം ഓഫ് റെഫറൻസ് ഇസ്രായേലും ഭാരതവും ഒപ്പുവെച്ചിരുന്നു. ആധുനിക ഗവേഷണങ്ങളിലും കണ്ടെത്തലുകളിലും മികവ് പുലർത്തുന്ന ഇസ്രായേലുമായുള്ള സഹകരണം വൻ സാധ്യതകൾ തുറക്കുമെന്ന് വാണിജ്യമന്ത്രി പറഞ്ഞു. ചെറുപ്പകാലം മുതലുള്ള സ്വപ്നമാണ് ഇസ്രായേൽ സന്ദർശനത്തിലൂടെ സാക്ഷാത്കരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. I do believe we are two strategic partners, two friends who can work together, whose economies complement each other, and having signed the terms of reference for a potential free trade agreement between Israel and India, I see tremendous possibilities for the innovation that Israel is famous for, coupled with the talent and skill and scale of India. Absolutely. Can become a force multiplier for global good. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ടേം ഓഫ് റഫറൻസിൽ ഒപ്പുവെച്ചതോടുകൂടി എന്തൊക്കെ സാധ്യതകൾ അല്ലെങ്കിൽ നേട്ടങ്ങളാണ് ഭാരതത്തിന് ലഭിക്കാൻ പോകുന്നത്? ദേവിക, തീർച്ചയായും ടേംസ് ഓഫ് റെഫറൻസിൽ ഒപ്പുവെച്ച ഒരു രാജ്യമായിരിക്കുന്നു. അതായത് നേരത്തെ തന്നെ അത്തരത്തിലൊരു ടേംസ് ഓഫ് റെഫറൻസ് ഭാരതവും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ചിരുന്നു. ഈ ഒരു ഒപ്പുവെച്ച സാഹചര്യത്തിൽ കൂടുതൽ സഹകരിക്കാനുള്ള സാധ്യതകൾ തുറക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ സാധ്യതകൾ തുറക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കൃത്യമായ ഒരു നടപടിയുടെ ഭാഗമായുള്ള ഒരു സന്ദർശനം വാണിജ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലുണ്ടായത്. അദ്ദേഹം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി കൂടിക്കാഴ്ച നടത്തി അതിൻ്റെ ദൃശ്യങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ഒരു വൻ വാണിജ്യ സാധ്യതകൾ നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. വലിയ തോതിൽ വാണിജ്യ സാധ്യതകൾ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. അത്തരത്തിലുള്ള വാണിജ്യ അവസരങ്ങൾ തുറന്നു കിട്ടുമ്പോൾ അത് ഇരു രാജ്യങ്ങൾക്കും ഏറെ പ്രയോജനം ചെയ്യും. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറഞ്ഞത് ആധുനിക സാങ്കേതിക വിദ്യ ജീവിതത്തിൻ്റെ ഓരോ ഘടകങ്ങളും കൃഷിയിലും മറ്റുമെല്ലാം തന്നെ കൃത്യമായും ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അത് ഡിജിറ്റൽ സെൻസറുകൾ ഉപയോഗിച്ച് വൃക്ഷങ്ങൾക്ക് നനയ്ക്കുന്നതും വൃക്ഷങ്ങൾക്ക് ജലസേചനം നൽകുന്നതും എല്ലാം തന്നെയുള്ള അത്തരത്തിലുള്ള ആധുനികമായ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ഇന്നോവേറ്റീവായ ആശയങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളാനും പരസ്പരം സഹകരിക്കാനും സാധ്യമാകുന്നത് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇസ്രായേലിൻ്റെ ആതിഥ്യ മര്യാദയെക്കുറിച്ചും ആതിഥ്യമൂഷ്മളമായ ആതിഥ്യത്തെക്കുറിച്ചുമാണ്. ഇരു നേതാക്കളും തന്നെ സ്വീകരിച്ചതും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു ഇസ്രായേൽ സന്ദർശിക്കുക എന്ന വ്യക്തിപരമായ സന്തോഷവും അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ദേവിക, തന്നെയാണ് ഐസൻ. വലിയ സാധ്യതകളാണ് ഇപ്പോൾ ടേം ഓഫ് റെഫറൻസിൽ ഒപ്പുവെച്ചതോടുകൂടി ഭാരതത്തിന് മുന്നിൽ തുറന്നു കിട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.